പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമ ഉണ്ട്. സിനിമ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൺ എൻ്റർടൈനർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഫിലിം എനിക്ക് ഒട്ടും എൻഗേജിങ് ആയിരുന്നില്ല. പക്ഷേ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു, അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ കോമഡി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫാണ് എനിക്ക് വർക്കായത്. നല്ല അടിപൊളിയായിട്ട് തന്നെ സിനിമ വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ. അത് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആയാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ടുവേർഡ്സ് ക്ലൈമാക്സ് വരുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ്. നോർമലി നമ്മൾ പ്രിയദർശൻ സിനിമകളിലൊക്കെ കാണുന്ന രീതിയിൽ ക്ലൈമാക്സിൽ എല്ലാ ക്യാരക്ടേഴ്സും വന്നിട്ട് ഒരു കൂട്ടപ്പൊരിച്ചിലും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിലും വരുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഷറഫുദ്ദീനാണ് മെയിൻ ലീഡ് റോളിൽ വരുന്നത്. പുള്ളി നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ഈ ഇടയായിട്ട് ഷറഫുദ്ദീൻ്റെ ഓരോ ഫിലിമിലും പെർഫോമൻസ് ഒക്കെ നല്ല രസമാണ് നമുക്ക് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ വരുമ്പോൾ അതിൻ്റെ ആ കോമിക് ടൈമിങ്ങും പിന്നെ ആക്ഷൻ സീക്വൻസുകളൊക്കെ അടിപൊളിയായിട്ട് ഷറഫുദ്ദീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ഷറഫുദ്ദീൻ്റെ. പിന്നെ നായികയായിട്ട് വരുന്നത് അനുപമ പരമേശ്വരനാണ്. അപ്പോൾ ത്രൂ ഔട്ട് ഉള്ളൊരു റോള് തന്നെയാണ് അവർക്കും ഉള്ളത്. അപ്പോൾ അവരും ഭംഗിയായിട്ട് തന്നെ ആ റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. വിജയരാഘവൻ, വിനയ് ഫോർട്ട്, വിനായകൻ, ജോമോൻ ജ്യോതിർ, ശ്യാം മോഹൻ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സും കഥാപാത്രങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് കൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റും. വിനായകൻ, വിജയരാഘവനൊക്കെ അവരുടെ കോമിക് ടൈമിങ്ങും ആ ഒരു കോമഡി സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് വന്നിട്ടുണ്ട്. വിനയ് ഫോർട്ട് ഉണ്ടെങ്കിലും പുള്ളിക്ക് അത്രയും ഒരു സ്ക്രീൻ സ്പേസ് ഇല്ല. ഫസ്റ്റ് ഹാഫിലൊക്കെ ഉണ്ട്, പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരു റോളായിട്ടാണ് തോന്നിയത്. പിന്നെ ജോമോൻ ജ്യോതിർ സ്ഥിരം നമ്പറുകളും കാര്യങ്ങളൊക്കെയാണ്. പുള്ളിയുടെ കോമിക് ടൈമിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു. പ്രാണേഷ് വിജയനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളി തന്നെയാണ് കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡയറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് തന്നെ പുള്ളി അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സും അവരുടെ സംഭവങ്ങളും എല്ലാം നന്നായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. രാജേഷ് മുരുകേഷനാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോങ്സ് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ഭയങ്കര ഫാസ്റ്റ് നമ്പേഴ്സ് സംഭവങ്ങളൊക്കെയാണ് പുള്ളി ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ട്. സിനിമയുടെ സിറ്റുവേഷനെ മാച്ച് ചെയ്ത് തന്നെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സോങ്ങുകളും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ഫൺ എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു സ്ട്രെസ് ബസ്റ്റർ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു മൂവിയാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര വർക്കായില്ല, സെക്കൻഡ് ഹാഫ് നന്നായിട്ട് വർക്കായി. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കോമഡി എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റിയ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിട്ടാണ് പെറ്റ് ഡിറ്റക്റ്റീവ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.